തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. പ്രതി ബെഞ്ചമിനെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി. മധുരയിൽ നിന്നും ഇയാൾ എത്തിയത് മോഷണത്തിനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുൻപ് പ്രതി തൊട്ടടുത്ത 2 വീടുകളിൽ കയറിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. സിസിടിവിയിൽ വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചായിരുന്നു ഇയാൾ ഹോസ്റ്റലിലേക്ക് കയറിയത്. സാരംഗ് സുധാകരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. അതിലൊക്കെ ഉപരി ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇയാൾ ഈ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് 2 വീടുകളിൽ നേരത്തെ മോഷണത്തിനായുള്ള ശ്രമം നടത്തിയിരുന്നുവെന്നും അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയത് എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തുകയാണല്ലോ. അതിന്റെ വിശദവിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ശ്രുതി, അത്തരത്തിലുള്ള ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഇത്തരത്തിലൊരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ പ്രതി എന്നാണ് പറയുന്നത്. കാരണം തമിഴ്നാട്ടിലടക്കം ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. നഗരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന യുവതികളെ ആക്രമിക്കുന്ന, അതായത് ഉപദ്രവിക്കുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിയാണ്. അത്തരത്തിലുള്ള കേസുകളാണ് തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മോഷണ ശ്രമമായിരുന്നു ഈ ഒരു വീടുകൾ കേന്ദ്രീകരിച്ച്. അതായത് ഈ ഒരു മേഖലയിലെ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണ ശ്രമത്തിനായി ഈ ഒരു ഹോസ്റ്റലുമായി ചുറ്റി ചേർന്ന് നിൽക്കുന്ന പല വീടുകളിലും കയറുകയും അവിടെ നിന്നും കാര്യമായി ഒന്നും കിട്ടാതെ ആയപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് കയറുകയായിരുന്നു. അതായത് ഈ ഒരു ഹോസ്റ്റൽ മുറി ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇയാൾക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞു. തുടർന്ന് ഈ ഒരു മോഷണ ശ്രമത്തിനിടെയാണ് ഈ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു IT മേഖലയാണ് ഈ ഒരു കഴക്കൂട്ടം എന്ന് പറയുന്ന മേഖല. ആ ഭാഗത്ത് ഈ ഒരു ഉത്തരേന്ത്യയിൽ നിന്നടക്കമുള്ള നിരവധി പേർ ഇവിടെ ജോലി സംബന്ധമായൊക്കെ PGയിലും മറ്റ് ഹോസ്റ്റലിലും മറ്റും നിൽക്കുന്നുണ്ട്. അവർക്ക് അടക്കം ഒരു ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിലും ഇത്തരത്തിലൊരു സംഭവം വളരെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഹോസ്റ്റലുകൾക്ക് കൃത്യമായി CCTV സൗകര്യവും ഒപ്പം സെക്യൂരിറ്റിമാരെ നിയമിക്കുന്ന അടക്കമുള്ള കർശന നിർദ്ദേശം പോലീസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പിങ്ക് പോലീസ് പെട്രോളിംഗ് ഇപ്പോൾ രാത്രി അടക്കം കർശനമാക്കിയിട്ടുണ്ട്. ഈ ഒരു കൃത്യമായ കുറെ കാലങ്ങളായി ഈ കഴക്കൂട്ടം മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഈ ഒരു ഇത്തരത്തിലുള്ള ടെക്നോ പാർക്കിലടക്കം ജോലി ചെയ്യുന്നവരുടെ അസോസിയേഷൻ അടക്കം പറഞ്ഞത് മുൻപ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറെ കാലമായി ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. അതിനിടയിലാണ് ഇത്രയും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ റിമാൻഡ് ചെയ്തു. നാളെ ജയിലിൽ നിന്നും ഈ കഴക്കൂട്ടം പോലീസ് അപേക്ഷ നൽകി വാങ്ങി കൂടുതൽ തെളിവെടുപ്പും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സാരംഗ് പറഞ്ഞതുപോലെ കഴക്കൂട്ടം പോലെയുള്ള ഒരു നഗരത്തിൽ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ഉണ്ടായത് ഏവരെയും ഭീതിപ്പെടുത്തുകയാണ്. ഇയാൾ റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ് ഒരാശ്വാസമായ കാര്യം ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം.